ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പുതിയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെയിനായിട്ട് രണ്ട് സംഗതികളാണ്. ഒന്ന്, നമ്മുടെ വഴുതനങ്ങ ഹാർവെസ്റ്റ് ചെയ്തിട്ട് നല്ലൊരു കിടിലൻ ചമ്മന്തി, ഉമ്മാൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. പിന്നെ അടുത്തത് പരീക്ഷണമാണ്. ഇതുവരെയായിട്ട് ചെയ്തു നോക്കിയിട്ടില്ല. നമ്മുടെ തൊടിയിലൊക്കെ കർക്കിടക മാസമല്ലേ, അപ്പോൾ തൊടിയിലൊക്കെ നല്ലോണം കഞ്ഞിത്തൂവ, കടുത്തൂവ കാറ്റഗറി പെടുന്നതാണ് കഞ്ഞിത്തൂവ. ആ ഇല വെച്ചിട്ട് ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതില് ബ്രിഞ്ചലാണ്. മലയാളത്തിൽ എന്താ പറയാ? മലയാളത്തിൽ എനിക്കറിയില്ല. അറിയാം എന്താ? അതാ ഇനി എവിടെ ഉള്ളത്? അതവിടെ ഉണ്ട്. അതാ ലാസ്റ്റ് അവിടെ ഉണ്ട്. ലാസ്റ്റ് അയ്യോ, രണ്ടാമത്തെ ഇത് കുറച്ച് ഈസി പാർട്ടാണ്. നമ്മള് കട്ടി ഇത് കട്ടിയത് ഇടത്തെ കൈ കൊണ്ട് കട്ട് ചെയ്യണത്. Always be mistake. Always be mistake. ഇത് കാണില്ലേ എന്റെ കൊമ്പി? ഒരു ആള് ഓടിയിരിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് കെട്ടി 1 2 3 4. നമ്മളെ ഹായ് ഗായ്സ്, ഞാൻ തൊടിയിലൂടെ നടക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ധാരാളം കടുത്തുവ, ഓരോ നാട്ടിലും ഓരോ പേരാണ്. അപ്പോൾ ആ സാധനം കാണുന്നുണ്ട്, നിറയെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇല കൊണ്ട് നമുക്ക് നല്ല ഔഷധ ഗുണമുണ്ട്. പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ അങ്ങനത്തെയൊക്കെ ഐറ്റംസാണ് കഴിക്കേണ്ടത്, ഇലവർഗ്ഗങ്ങളൊക്കെ. അപ്പം ഇത് വെച്ചിട്ട് പണ്ട് ആൾക്കാരൊക്കെ താളിപ്പ്, അതേപോലെ തോരനൊക്കെ ഉണ്ടാക്കിയിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല, കേട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ഡയറക്റ്റ് പറിക്കാൻ കഴിയില്ല കേട്ടോ, കാരണം നല്ല ചൊറിയും കൈ. അതുകൊണ്ട് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് സിസറൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ. പിന്നെ മുകളിലുള്ള ഇലഭാഗമാണ് ഏറ്റവും താഴെയുള്ള ഇല യൂസ് ചെയ്യാതിരിക്കുക നല്ലത്. പിന്നെ വേണമെങ്കിൽ എണ്ണയൊക്കെ പുരട്ടിയിട്ട് നമുക്കത് പറിക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ സാധനമൊക്കെ എടുത്ത് വന്നിട്ട് നമുക്കത് പറിക്കുകയായിരിക്കും നല്ലത്. അല്ലാതെ ഈ കൈ കൊണ്ട് പറിച്ചു കഴിഞ്ഞാൽ ചൊറിഞ്ഞു ആകെ പ്രശ്നമാവും. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് നോക്കി നോക്കാം. അത് വെച്ചിട്ടുള്ളൊരു താളിപ്പൊക്കെ ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ. ഓക്കെ, ഗൈസ്, ഞാനത് പറിക്കാൻ ഗ്ലൗസൊക്കെ എടുക്കാൻ വേണ്ടി പോയപ്പോഴേക്കിനും ഉമ്മ എല്ലാം പറിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. ഉമ്മ ഗ്ലൗസൊന്നും ഇടാതെയാണ് കേട്ടോ പറിച്ചത്. അതുകൊണ്ട് ഉമ്മൻ്റെ കൈ നല്ല ചൊറിഞ്ഞിരുന്നു. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് വാഷ് ചെയ്തെടുക്കുമ്പോൾ സാധാരണ വെള്ളത്തിലല്ല, ചൂടുള്ള വെള്ളത്തിൽ കഴുകിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചൊറിയില്ല. ഇവിടെ ഇപ്പോൾ താളിപ്പാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തളിരില ഡയറക്റ്റ് അങ്ങനെ ഒന്ന് പിച്ചിടുന്നുള്ളൂ. അല്ലാതെ കുറച്ച് വലിയ ഇലകളിൽ നിന്ന് വെയിൻസ് ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അതിങ്ങനെ നുള്ളിയെടുത്താൽ മതി. തോരനാണ് വെക്കുന്നതെങ്കിൽ നൈസായിട്ട് അരിഞ്ഞ് ഇട്ടാൽ മതി, വെയിൻസ് ഒന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കുട്ടികൾ വഴുതനങ്ങയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, വാഷ് ചെയ്തെടുത്തു. ഇതിൽ നിന്ന് 2 വഴുതനങ്ങയുള്ളൂ ഇപ്പോൾ ഇവിടെ ആവശ്യം ചമ്മന്തിക്ക്. അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കുക്കറിൽ കുറച്ച് ഉപ്പ്, വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. വെള്ളമൊന്നും അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല, വഴുതനങ്ങയിൽ തന്നെ ധാരാളം വെള്ളം ഉണ്ടാവും. ഇന്നിപ്പോൾ ചെമ്മീനും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുകയാണ്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക്
ചെറിയുള്ളിയും മുളക് പൊടിയും കൂടിയിട്ട് ചതച്ചെടുത്ത കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം വഴറ്റുക. അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുക. പൊതുവെ ഉമ്മാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, നല്ല ഫാസ്റ്റായിട്ട് ഉമ്മ കുക്ക് ചെയ്യും. അതൊക്കെയാണ് ഉമ്മാൻ്റെ പ്രത്യേകത കുക്കിങ്ങിൻ്റെ. അതുകൊണ്ടാണ് ഞാൻ ഈ ചെമ്മീൻ റോസ്റ്റും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പാകത്തിന് വെള്ളം, വേവാൻ ആവശ്യമുള്ള വെള്ളം, പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് കൂടി കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ബർണറിൽ ചെമ്മീൻ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് താളിപ്പിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക, അതേപോലെ തന്നെ അരിഞ്ഞത് കേട്ടോ, അതുപോലെ തന്നെ പച്ചമുളക്. എന്നിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എങ്ങനെയാണ് നമ്മുടെ താളിപ്പ് ഉണ്ടാക്കുക. ഇനി ഈ കഞ്ഞിവെള്ളം നല്ലവണ്ണം വെട്ടി തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ കഞ്ഞിത്തൂവയിലല്ലേ പറിച്ചുകൊണ്ട് വന്ന് ക്ലീനാക്കി വെച്ചത് അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ നല്ല റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കാം. പെട്ടെന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ചെമ്മീൻ റോസ്റ്റാണ്. നല്ല ടേസ്റ്റാണിത്. ഇനി നമ്മൾ വഴുതനങ്ങ ചമ്മന്തി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാൻ. പൊതുവേ വഴുതനങ്ങ തോരനൊന്നും കുട്ടികൾ കഴിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ തേങ്ങ വേണം, പിന്നെ ഒരു 1/2 സ്പൂണ് ചെറിയ ജീരകം, ഒരു 2-3 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, പിന്നെ ഒരു ടേബിൾ സ്പൂൺ തൈര്, 1-2 ടേബിൾ സ്പൂൺ തൈര്. ഇത്ര ഇട്ട് കൊടുത്തിട്ട് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കുക, വല്ലാതെ അരയരുത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ വഴുതനങ്ങ, വേവിച്ച് വെച്ച വഴുതനങ്ങയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി കറക്കിയെടുക്കുക. ഇപ്പോൾ തിളയ്ക്കാൻ വെച്ചിരുന്ന കഞ്ഞിവെള്ളം തിളച്ച് അതിലേക്ക് കഞ്ഞിത്തൂവല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഇല വെന്ത് കിട്ടണം, അതുവരെ നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇറക്കി വയ്ക്കാം. ഇനി നമ്മുടെ വഴുതനങ്ങ ചമ്മന്തി നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചട്ടി ചൂടായാൽ അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട്, കടുക് പൊട്ടിയാൽ കറിവേപ്പില, ഉണക്കമുളക്, ഒരല്പം മഞ്ഞൾപ്പൊടി അതുകൂടി ചേർത്തിട്ട് നമുക്ക് അതിലേക്ക് അരച്ചു വെച്ച വഴുതനങ്ങ ഇട്ട് കൊടുക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ തുവയില താളിപ്പ് നല്ല ടേസ്റ്റാണ് കേട്ടോ. പരീക്ഷണമായിരുന്നു, പക്ഷേ സംഗതി സക്സസ് ആയി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഹെൽത്തിയാണ്. പിന്നെ നമ്മുടെ വഴുതനങ്ങ ചമ്മന്തി ഒരു രക്ഷയില്ല. പിന്നെ ഉമ്മാൻ്റെ മത്തിക്കറിയാണ്, അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ നല്ല ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഐറ്റംസാണ് ഇതൊക്കെ. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.